ഇന്നലത്തെ അസ്തമയത്തോടു കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ച വിശുദ്ധമായ റമളാനിലെ ആദ്യ പത്തായ റഹ്മത്തിന്റെ പത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ മഗ്ഫിറത്തിന്റെ പത്തിലാണ് നിലകൊള്ളുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ചെയ്ത പാപങ്ങളൊക്കെ നമുക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്തായി സംവിധാനിച്ചത്. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന പല നന്മകൾക്കും പ്രതിഫലമായിട്ട് അള്ളാഹു തആല നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത്, പരിശുദ്ധമായ ദീന് നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത് പാപമോചനമാണ്. എന്നതുപോലെ തന്നെ വിശുദ്ധമായ റമദാൻ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ തറാവീഹ് നിസ്കരിക്കുന്നതിലൂടെയും ഒക്കെ നമുക്കുള്ള പ്രതിഫലം പാപമോചനമാണ് എന്ന് നാം നേരത്തെ ഹദീസുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അതിനൊക്കെ പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്തായി, അതായത് പാപമോചനത്തിന്റെ പത്തായി നമുക്ക് സംവിധാനിച്ചു തരുമ്പോൾ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവെ, എനിക്ക് നീ എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണമേ എന്ന് അള്ളാഹുവോട് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. ഓരോ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ എത്രയോ തെറ്റുകൾ ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സൃഷ്ടികളോട് കരുണയുള്ള അള്ളാഹു, നമ്മോട് വാത്സല്യമുള്ള അള്ളാഹു, നമ്മെ ഒരിക്കലും തന്നെ അകാരണമായി നമ്മളെ ശിക്ഷിക്കരുത്, നമ്മളെയൊക്കെ രക്ഷ മാത്രം ആഗ്രഹിക്കുന്ന സലാമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഈ റമദാനിന്റെ രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്തായി നമുക്ക് സംവിധാനിച്ചു തരുമ്പോൾ, തീർച്ചയായിട്ടും ഈ റമദാനിന്റെ ഈ പുണ്യമാകുന്ന ഈ 10 ദിനരാത്രങ്ങൾ അള്ളാഹു തആല തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും, അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമുക്ക് പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവോട് നിരന്തരം തേടുകയും ചെയ്യുമ്പോൾ, തീർച്ചയായിട്ടും നമുക്ക് ഈ റമദാനിലൂടെ പാപമുക്തരായിക്കൊണ്ട് റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.